അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയൻ അർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിനു മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മറാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാണ്. സന്നിധിയിൽ നിർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സാനി ജോർജ്. ഞാൻ എടത്വയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ 2024 മെയ്യിൽ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, ഞാൻ അയർലൻഡിലാണ് ജീവിക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു അതികഠിനമായ നടുവേദന ഉണ്ടാകുകയും, നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പുവറാണ്. നമുക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നാലും അവരൊരു പെയിൻ കില്ലർ തന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ഫിസീഷ്യനെ കണ്ടു. അവർ കുറച്ച് മരുന്ന് തന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി 18 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. പക്ഷേ അവരൊരു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, വീണ്ടും മരുന്ന് തന്നിട്ട് പറഞ്ഞു പൊക്കോളൂ, ഇനി എന്തെങ്കിലും കൂടുവാണെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. എനിക്കൊരു ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റും തന്നു. അങ്ങനെ എൻ്റെ സിംറ്റംസൊക്കെ കൂടുന്ന കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായത് സാധാരണ നടുവേദനയല്ല. ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഞാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ത് രോഗമായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ MRI ഞങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്തു. MRI റിസൾട്ട് വരാൻ അനദർ 2 വീക്സ് എടുക്കും. പക്ഷേ അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫോണിൽ MRIയുടെ ഇമേജസ് വരാൻ തുടങ്ങി. ഞാൻ ആ ഫിസിയോ അപ്പോയിൻമെൻറ്റ് പോയപ്പം ഞാൻ കണ്ട ഫിസിയോ എൻ്റെ ഹോസ്പിറ്റലിൽ പ്ലേസ്മെൻറ്റ് ചെയ്ത ഒരു ഫിസിയോ ആയിരുന്നു. പുള്ളി എന്നോട് എൻ്റെ സിംറ്റംസൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന അസുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ ഒന്ന് ഞെട്ടി. കാരണം അതൊരു വളരെ റെയറായിട്ടുള്ള അസുഖമാണ്. അങ്ങനെ പുള്ളി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതൊരു സ്പൈനൽ കോഡ് കംപ്രഷൻ അതിൻ്റെ ഡിസീസാണ്. അതിൻ്റെ പേര് കോഡ ഇക്വൈന സിൻഡ്രോം എന്നാണ്. അത് വളരെ റെയറായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ മെഡിക്കൽ എമർജൻസി. ഇങ്ങനെ ആരെങ്കിലും അത് ഡയഗ്നോസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ MRIയുടെ റിസൾട്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി, ഇത് തന്നെയാണ് അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഒരു ലെവലിൽ കംപ്രസ്സായി പോയിട്ട് അതിന് താഴോട്ടുള്ള നെർവിൻ്റെ
എല്ലാ പ്രവർത്തനങ്ങളും നിന്നു പോവുകയും അതിന് താഴെയുള്ള ഭാഗം പാരലൈസ്ഡ് ആയി പോവുകയും ചെയ്യുന്നൊരു അസുഖമാണ്. അപ്പോൾ എൻ്റെ കംപ്രഷൻ ലെവൽ അനുസരിച്ചിട്ട് എൻ്റെ ബ്ലാഡർ, ബൗവൽ, എൻ്റെ കാലുകൾ തളർന്നു പോകാനുള്ള അത് അസുഖം. അപ്പോൾ എനിക്ക് കാലിന് ചെറിയ വീക്ക്നെസ് തുടങ്ങി, കാലിൽ തരിപ്പ്, പിൻസാ നീഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബ്ലാഡറിന്, യൂറിനറി ബ്ലാഡറിനും ചെറിയ സിംറ്റംസൊക്കെ ആയി. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ സ്പൈനൽ സർജൻ വേണം സർജറി ചെയ്യാൻ. കാരണം സ്പൈനൽ സർജൻ എപ്പോഴും ഹോസ്പിറ്റലിൽ ഡബ്ലിനിലാകെ 3 സ്പൈനൽ സർജൻസേ ഉള്ളൂ. അവരന്വേഷിച്ചപ്പോൾ അവിടെ കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ അന്വേഷിച്ചപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് മാതാവ് അവിടെ സ്പൈനൽ സർജൻ പ്രസൻ്റ് ആയിരുന്നു. പുള്ളി അന്ന് ജോലിക്ക് വരേണ്ട ആളല്ല. പുള്ളിയെയും അന്നത്തെ ദിവസം പുള്ളി ജോലിക്ക് ആരുടെയോ ഡ്യൂട്ടി സ്വാപ്പ് ചെയ്ത് അവിടെ എത്തിയതാണ്. പിറ്റേ ദിവസം മുതൽ പുള്ളി 2 ആഴ്ചത്തേക്ക് ലീവുമാണ്. അങ്ങനെ ഡോക്ടർ എന്നെ വന്ന് കണ്ട് പുള്ളി എന്നെ അന്ന് തന്നെ സർജറി ചെയ്തു. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി കംപ്രസ്ഡായ നെർവ്സ് വന്ന സിംറ്റംസ് ഒന്നും തിരിച്ചു വരത്തില്ല. അതിൻ്റെ പ്രോഗ്നോസിസ് ആണ്, അതിൻ്റെ ഡിസീസ് പ്രോഗ്രഷനാണ് കുറയ്ക്കാൻ വേണ്ടിയാണ് സർജറി. ഓൾറെഡി എനിക്ക് തോന്നിയ യൂറിനറി ബ്ലാഡർ സിംറ്റംസോ എൻ്റെ കാലിലെ മരവിപ്പോ, പിൻസാ നീഡിൽസോ, ലെഫ്റ്റ് കാലിൻ്റെ വീക്ക്നെസ്സോ ഒന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല. ചിലപ്പം വരാമായിരിക്കാം, ചിലപ്പോൾ മോശമാകാമായിരിക്കാം. എന്തുകൊണ്ടാണ് സർജറിയുടെ സൈഡ് എഫക്റ്റായിട്ട് അവർ പറഞ്ഞത്? എനിവേ എനിക്ക് എല്ലാ സിംറ്റംസും കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സർജറി ചെയ്തുകൊണ്ട് ഇനി പ്രോഗ്രസ് ഒരുപാട് വേഴ്സ് ആകത്തില്ലെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഞാൻ 6 മുതൽ 8 ആഴ്ച വരെ ബെഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് നടന്ന് തുടങ്ങിയപ്പം ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്സും. ഞാനൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ജോലി ഹെവി ആയിട്ടുള്ള ജോലിയാണ്. ഞാൻ ന്യൂറോ റീഹാബിലിറ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല സ്ട്രെങ്ത് ഇല്ല, എനിക്ക് ഒരിക്കലും ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 6 മാസം എനിക്ക് ലീവ് തന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എണ്ണീറ്റൊക്കെ ഇരിക്കുമ്പോഴും 15 മിനിറ്റുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബട്ടക്സൊക്കെ മരവിച്ച് വരികയും പെട്ടെന്ന് എണ്ണീറ്റ് നടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുമായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് അറൗണ്ട് ടോട്ടൽ 13 to 14 hours ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇരുന്ന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരിയൊക്കെ ബെറ്റർ ആയപ്പോൾ ഞാൻ പയ്യെ നാട്ടിൽ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കൂടി അച്ഛൻ സൈത്ത് പുരട്ടി എൻ്റെ കയ്യിൽ പുരട്ടി തന്നത് നടുവിന് തേച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം എൻ്റെ നടുവിൽ നിന്ന് എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബലം കിട്ടിയ പോലെ. കാരണം നമ്മൾ 8 ആഴ്ചയൊക്കെ ബെഡിൽ കിടന്നിട്ട് എണ്ണീറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ശക്തിയില്ലാത്ത പോലെ തോന്നുന്നു. ആ ഒരു എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസും ഒക്കെ കിട്ടി. ഞാൻ തിരിച്ച് അയർലൻഡിലെത്തിയെങ്കിലും എനിക്ക് അപ്പോഴും ലീവ് തന്നവർ. പിന്നെ എനിക്ക് എൻ്റെതായ ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ ലൈറ്റ് വർക്ക് ഉള്ള വാർഡിലേക്ക് അവർ മാറ്റി തന്നു. എന്നാലും എനിക്കൊരു പേഷ്യൻറ്റിനെ പിടിക്കാനോ ഒരു ചെറിയ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തും വേണ്ടി ആരോഗ്യം വേണമെന്ന്. ഒരാളെ എണ്ണീപ്പിക്കാനും അതിന് ഹെൽപ്പ് ചെയ്യാനും അല്ലെ ഒരു വെയിറ്റ് എടുത്ത് കൊടുത്താൽ എപ്പോഴും കുനിയണം, നിവരണം, എനിക്കിതൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇന്നും എനിക്കൊരു ആ ലൈറ്റ് ഡ്യൂട്ടിയിൽ തന്നെ ജോലി ചെയ്യാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാനും എനിക്ക് സാധിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ എനിക്കൊരു ചെറിയ പ്രൊമോഷനും ഒരു ടെമ്പററി ലെവലിലാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാര്യങ്ങളും മാതാവ് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാനും എൻ്റെ മക്കളും കൂടി ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് 2024 ഞാൻ ഈ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതിന് പോയതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മഴയാണ്. ഓട്ടോ പോകുന്നു, ഒരു ഹില്ലായിട്ടുള്ള ഏരിയ കയറ്റത്തിലോട്ട് പോവുകയാണ്. കയറിയപ്പോഴേ തോന്നി ഓട്ടോയ്ക്ക് എന്തോ ബാലൻസ് ഇഷ്യൂ. ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനുണ്ടെന്ന് ചേട്ടൻ ഓക്കെ ആണോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓക്കെ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓട്ടോ ബാലൻസ് തെറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയി. അതൊരു നാഷണൽ ഹൈവേ ആണ്. കണ്ണ് തുറന്നോ അടഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മാതാവേന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഓട്ടോയെ ആരോ പൊക്കിയെടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ എതിർ ദിശയിൽ നിന്ന് 2 വലിയ ലോറികൾ പാഞ്ഞു വരികയായിരുന്നു. ഓട്ടോയുടെ സ്പീഡും ആ കയറ്റത്തിൻ്റെ റോഡിൻ്റെ രീതിയും അനുസരിച്ച് ഞങ്ങൾ 4 പേരും, ഞാനും 2 മക്കളും ഓട്ടോ ഓടിച്ച ആളും അവിടെ തന്നെ മരിക്കേണ്ടതായിരുന്നു. ആരോ ഓട്ടോ പൊക്കി വെക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. എൻ്റെ എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പും എപ്പോഴും ഞാനത് കൊണ്ട് നടക്കും. ഈവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും എപ്പോഴും കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. രാവിലെ എന്നും എടുത്ത് തൈലം തൂത്തിട്ടാണ് വീടിന് പുറത്തിറങ്ങാറുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമതായിട്ട് ഞങ്ങളുടെ വണ്ടി മോഷണം പോയി അയർലൻഡിൽ വെച്ച്. വണ്ടി മോഷണം പോയാൽ സാധാരണ കാർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ വണ്ടി മോഷണം പോയപ്പം വണ്ടിയുടെ കീയും കൂടെ പോയി. വണ്ടിയുടെ കീ പോയ ഇൻഷുറൻസ് കമ്പനി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അവർ പറയും നമ്മുടെ ഫോൾട്ടാണ്, നമ്മൾ കീ സൂക്ഷിച്ചില്ല എന്ന് പറയും. വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, വളരെ വിലപ്പെട്ട സാധനങ്ങൾ. 2 മൊബൈൽ, ലാപ്ടോപ്പ്, പാസ്പോർട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായി. ഈ വണ്ടി മോഷണം പോയി. നല്ല വിലയുള്ള വണ്ടിയാണ്, 10-20 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. പോയി എന്ന് മനസ്സിലാക്കി. അപ്പം എൻ്റെ ഫോണും വണ്ടിയിലുള്ള ഫോണും തമ്മിൽ ലിങ്ക്ഡാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം
ഈ ഫോണിൻ്റെ ഡയറക്ഷൻ, ഫോൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. പോലീസിനെ അറിയിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി മോഷ്ടിക്കുന്ന ഒരു ക്രിമിനൽസാണ്, അവർ എന്തെങ്കിലും ക്രൈമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു സീനിലോട്ട് നമ്മൾ പോകത്തില്ല, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ ലൈഫിനും ത്രെട്ടാണ്, ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ വണ്ടി മൊബൈൽ ഒരേ ലൊക്കേഷനാണ് കാണിക്കുന്നത് 10-20 മിനിറ്റായിട്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അവിടെ ഉപേക്ഷിക്കപ്പെട്ടെന്നോ. അപ്പോൾ വണ്ടി ഒന്നീ മൊബൈലിൽ കാണും, അല്ലെ മൊബൈൽ അവർ വലിച്ചെറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പോലീസുമായിട്ട് അവിടെ ചെന്നു. നമുക്കങ്ങനെ മൊബൈൽ റിക്കവർ ചെയ്തു, വണ്ടി കിട്ടിയില്ല. അങ്ങനെ മൊബൈൽ കിട്ടിയ അനുസരിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസും ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഉള്ള ഒരു മൊബൈലായിരുന്നത്. അതെല്ലാം ഫ്രീസ് ചെയ്യാനും മൊബൈലിൽ കൂടി വണ്ടിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ അവിടുത്തെ പോലീസ് പിന്നെയും പറയാണ് ക്രൈം ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാനാണ് അവർ മോഷ്ടിക്കുന്നത്, ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നാലും ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു. 2 ദിവസം പറഞ്ഞു, രക്ഷയില്ല, പോയി, ഞങ്ങൾ വിട്ടു. പിന്നെ കാണിക്കുന്ന ലൊക്കേഷൻ സ്വീഡനിലാണ്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അയർലൻഡും കഴിഞ്ഞ് സ്വീഡനിലെത്തിയ വണ്ടി കിട്ടത്തില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. അന്ന് മാതാവിൻ്റെ ധ്യാനം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 2ാമത്തെ കീ ഉണ്ട്, അതിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി 2:30 ആയപ്പം ഞങ്ങൾക്കൊരു കോൾ വന്നു, നിങ്ങളുടെ വണ്ടി ഇന്ന സ്ഥലത്ത് കിട്ടി, പക്ഷേ വണ്ടിയിൽ കീ ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന സെക്കൻഡ് കീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇത് വിളിച്ചത് പോലീസുകാരനാണോ കള്ളനാണോ സെക്കൻഡ് കീ കിട്ടാനാണോ നമുക്കൊന്നും അറിയത്തില്ല. രാത്രിയിൽ നമ്മൾ എണ്ണീറ്റ് ഈ കേസ് രജിസ്റ്ററായ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി കിട്ടിയതായിട്ട് അറിവൊന്നുമില്ല. എന്നിട്ട് പിന്നെ വിളിച്ച ഒരു പോലീസുകാരൻ്റെ പേരൊക്കെ ചോദിച്ചിരുന്നത് കൊണ്ട് നമ്മൾ മറ്റേ അയാളുമായിട്ട് ബന്ധമുള്ള സ്റ്റേഷനിൽ വിളിച്ചപ്പം പറഞ്ഞു അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഉണ്ട്, അവൻ ഡ്യൂട്ടിയിലുമുണ്ട്, അപ്പോൾ സത്യമായിരിക്കും, അങ്ങനെ അയാൾ വരികയാണെങ്കിൽ കീ കൊടുത്തേക്കാൻ പറഞ്ഞു. രാത്രി 3 മണിയായപ്പോൾ വീട്ടിലെത്തി പോലീസിൻ്റെ വേഷം ധരിച്ച ഒരാൾ. അപ്പം കണ്ട ഒരു വളരെ ചെറുപ്പക്കാരൻ, 21 വയസ്സ്. നമ്മൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഇയാൾ പോലീസുകാരനായോ അതോ അല്ല കള്ളനാണെന്നുള്ള മനസ്സിലുണ്ട്. എന്നാലും അവർ ഇൻഫോം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ കീയും കൊടുത്ത് പിറ്റേ ദിവസം മനസ്സിലായത് പോലീസുകാരൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ വണ്ടി കിട്ടി. വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വണ്ടി കിട്ടാൻ ദൈവം സഹായിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യത്തില്ല. നമുക്ക് ദൈവം കൊണ്ടു തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളുടെ വണ്ടിയിലും മാതാവിൻ്റെ കാശ് രൂപമുണ്ട്. 3ാമത്തെ ദിവസം തന്നെ വണ്ടി കിട്ടാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷും മലയാളം പത്രങ്ങളും കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടും, എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചത്തെ ധ്യാനവും വളരെ അധികം ആളുകൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു പണിയില്ല. അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അത് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ബൈബിൾ ഭാഗത്തിലെ ഒരു വചനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, അതെൻ്റെ സ്റ്റാറ്റസ് ആക്കിയിടും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് നമ്മുടെ അടുത്തും ദൂരെയായിട്ട് അനാഥാലയങ്ങൾ, അങ്ങനെ കുട്ടികളുടെ വയ്യാത്ത കുട്ടികളുടെ അവിടെയെല്ലാം മാസം തോറും കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഫുഡിനുള്ള പൈസയും തുണി വാങ്ങിച്ചു കൊടുക്കുകയും പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന അല്ലെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ജോലി ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻറ്റിനും ദൈവത്തിൻ്റെ അരൂപിയിൽ അവരെ നിറയ്ക്കണമെന്നും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നും അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കണമെന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പേഷ്യനെയും കാണുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബ പ്രാർത്ഥന, ജപമാല ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ. കാരണം അയർലൻഡിൽ എനിക്ക് ജോലിയും അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ പാടാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ചെയ്യാറുണ്ട്. എല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി യേശു, നന്ദി മാതാവേ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 വചനമാണ്. ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്തെന്ന് സ്തുതിക്കുവാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിലൂടെയാണ് നാം പങ്കുവെക്കുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സാനി ജോർജ് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടറിഞ്ഞ നാൾ മുതൽ അമ്മയോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ഇത്. 2ാമത്തെ സാക്ഷ്യമാണ്. അയർലൻഡിൽ തെറപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ അസഹനീയമായ നടുവേദന കാരണം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ സമയങ്ങളിൽ നടുവേദന കാരണം വളരെ പ്രയാസപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെയാണ് ഈ മകൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായത് ഈ രോഗത്തെപ്പറ്റി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്.
കോഡ എൻഗ്വൈന സിൻഡ്രോം എന്ന ഈ അസുഖത്തിന് വളരെ ഏറെ സൈഡ് എഫക്ട്സ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സ്പൈനൽ സർജനെ കാണുകയും സർജറി ഫിക്സ് ചെയ്തതിന് ശേഷവും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ കുറേ വളരെ സമയമെടുക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേങ്കിൽ അതൊന്നും കൂടാതെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് മാത്രമാണ്. കാരണം എല്ലാ കാര്യവും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഒരു ഡോക്ടറെ പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അവിടെയും ഈശോയും അമ്മയും തന്നെ അറേഞ്ച് കൊടുത്ത ഒരു ഡോക്ടറാണ്. ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഡോക്ടർ അവിടെ വരികയും വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസിയിൽ തന്നെ ഈ സഹോദരിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്തത് അവിടെ ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യവും ഇടപെടലുമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിനെ കാണാം. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുകയും അവിടെ ആ ജോലി ചെയ്തതിലേയും ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോഴാണ് അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനേ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും എന്തിനു പോയാലും എവിടെ പോയാലും അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണിച്ചിൽ യാത്ര പുറപ്പെടുമ്പോഴൊക്കെ എത്ര പ്രയാസപ്പെട്ട പ്രതിസന്ധി ചെല്ലുമ്പോഴും അമ്മയുടെ സംരക്ഷണം കാണും. അമ്മയുടെ ഈശോയുടെ സംരക്ഷണത്തിൽ കൂടിയാണ് ഈ മകൾക്കും ഓട്ടോ തെറിച്ച് പോയി ഹൈവേയിൽ പോയപ്പോഴും നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് അയർലൻഡിലൊക്കെ നമുക്ക് നാട്ടിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേയിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് വരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ സംരക്ഷണമാണ്. ഈ മകൾ പറഞ്ഞത് എൻ്റെ ബാഗിനകത്ത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മക്കൾക്ക് കിട്ടുവാൻ സാധിച്ചത്. പിന്നീട് വാഹനം കളവ് പോയപ്പോഴും മോഷണം പോയപ്പോഴും ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം അയർലൻഡിൽ വെച്ച് പോയി. പിന്നീട് വണ്ടി ട്രേസ് ചെയ്യുന്നത് സ്വീഡനിലാണ്. അവിടെ യാതൊരു രീതിയിലും വാഹനം തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയും കാണാൻ സാധിക്കുന്നില്ലാത്ത രീതിയിലാണ് ആ വാഹനം പോയത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിൽ കൂടെ തന്നെയാണ് ആ വാഹനം തിരിച്ചു കിട്ടുന്നത്. രണ്ടാമത്തെ കീല് അത് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാന സമയത്ത് ഈ മകൾ കയ്യിലുണ്ടായിരുന്ന ആ 2ാം കീ വെച്ച് താക്കോല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വാഹനം തിരിച്ചു കിട്ടണേ എന്ന്. അന്ന് തന്നെ ആ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഫോൺ വരുന്നത്. പോലീസ് ഇൻഫോം ചെയ്യുന്നത് സ്വീഡനിൽ വെച്ച് വാഹനം കണ്ടുപിടിച്ചുവെന്ന്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള എപ്പോഴും കൂടെയുള്ള ആ കരുതലുള്ള ആ സ്നേഹവും സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്കും ഈശോയുടെയും അമ്മയുടെയും കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനുള്ള അവസരം ഒരുക്കി തരുന്നത്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ ശ്രേഷ്ഠമാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമുക്കും ആ ശ്രേഷ്ഠ നാമം പ്രകീർത്തിക്കാനുള്ള കൃപയ്ക്കായി അവസരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ സ്തുതിയോടെ എല്ലായ്പ്പോഴും ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും സാനി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.